ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അതിനായി 3-4 വലിയ മാങ്ങ മുഴുവനോടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മാങ്ങ ചെറുതായി മുറിച്ച് അരിഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളരിക്കയാണ്. വെള്ളരിക്കും ചെറിയ ചെറിയ പീസുകളാക്കി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. മൂവാണ്ട മാങ്ങയാണ് എടുത്തിട്ടുണ്ട്. സാധാരണയായി ചെറിയ മാങ്ങയാണ് എടുക്കാറ്. ചെറിയ മാങ്ങ നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് മൂവാണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മധുരം ഇത്തിരി കൂട്ടാൻ വേണ്ടി ചെറിയ 2 പീസ് ശർക്കരയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നന്നായി വേവിച്ചെടുക്കണം. മധുരവും ഉപ്പും പുളിയും എല്ലാം കൂടി മിക്സ് ചെയ്തതാണല്ലോ നമ്മുടെ ഈ മാമ്പഴക്കറി. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ചോറിൻ്റെ കൂടെ കഴിച്ചാലും നമുക്ക് മതി വരില്ല. അങ്ങനെ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കണം. മാങ്ങയുടെ സത്തൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് വരണം. അതിനായി നന്നായി അടച്ച് വെച്ച് നന്നായി തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പിനായി നാളികേരം നമുക്കെടുക്കാം. ഞാൻ തേങ്ങ പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. നമുക്ക് ദേഷ്യമുള്ള സകലത്ര ആൾക്കാരെ ഓർത്തുകൊണ്ട് തേങ്ങയുടെ ഈ കണ്ണ് ഭാഗം ഈ ഭാഗത്തേക്ക് ആക്കിയിട്ട് ഒറ്റ വിട്ട് കൊടുക്കുക. അതോടുകൂടെ തേങ്ങ പൊളിഞ്ഞു ഗൈസ്. അങ്ങനെയാണ് നമ്മൾ തേങ്ങ വെട്ടിയിരിക്കുന്നത്. പൊളിയുന്നില്ല പൊളിഞ്ഞു രക്ഷപ്പെട്ട് അച്ഛാ. ഇനി ഈ മാമ്പഴ പുളിശ്ശേരിയിലെ അരപ്പിനായി തേങ്ങ ചെറുതായി ചിരകിയെടുത്തതും അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മുളക് മതി. നമുക്ക് അധികം മധുരമാണ് ഇഷ്ടം, അതുകൊണ്ട് ഒരു ചെറിയ മുളകിടുക. പിന്നെ കുറച്ച് കുരുമുളകും കുറച്ച് ജീരകം കൂടി ചേർത്ത് കുറച്ച് ഉപ്പും ഇട്ട് നമുക്കത് നന്നായി അരച്ചെടുക്കാം. മധുരത്തിനോടാണ് പ്രിയം, അതുകൊണ്ട് എരിവ് വളരെ കുറവാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മാങ്ങ വേവിച്ചപ്പോൾ മുളക് പൊടി ഇട്ടാണല്ലോ വേവിച്ചിരിക്കുന്നത്, അപ്പോൾ അത്യാവശ്യത്തിന് എരിവുണ്ടായിരിക്കും. ഈ അരപ്പ് നമ്മൾ മാങ്ങ അടുപ്പത്ത് വെച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. മാങ്ങ നന്നായി വെന്തുടഞ്ഞ് ഇരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നല്ല അടിപൊളി കളറായിട്ടിരിക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് തിളച്ചതിന് ശേഷമാണ് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് തൈര് ആഡ് ചെയ്യേണ്ടത്. ഉപ്പും മുളകും എരിവും മധുരവും എല്ലാം ചേർന്ന് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് നമ്മൾ ടേസ്റ്റ് നോക്കി പാകത്തിന് ചേർക്കാവുന്നതാണ്. നമ്മുടെ പുളിശ്ശേരിക്കറി നന്നായി തിളച്ച് പാകമായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മോരൊഴിച്ച് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ കുറേശ്ശെയായി അതിലേക്ക് മോരൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മോര് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം കടുകും ഉലുവയും വറ്റൽമുളകും വേപ്പിലയും നന്നായി വറുത്ത് കോരി നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇടാം. അങ്ങനെ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിരിക്കുകയാണ്. ഇങ്ങനെ നമുക്കൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി വീട്ടിൽ വയ്ക്കാവുന്നതാണ്. ഓക്കെ, ബൈ.